56 നമ്പർ ബൂത്തിലെ വോട്ടിംഗ് മെഷീനാണ് തകരാറായിരിക്കുന്നത്. അവിടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒബ്സർവറുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത് ആൾക്കാരുടെ എണ്ണം വളരെ പെട്ടെന്ന് കൂടി, അതുകൊണ്ടാണ് വോട്ടിംഗ് മെഷീൻ തകരാറിലായെന്നാണ് പറയുന്നത്. എന്തായാലും അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ നഗര ബൂത്തുകളിൽ ഈ രാഷ്ട്രീയ നേതാക്കൾ ഒക്കെ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം ഇത് പകരം മെഷീനായിരിക്കും അല്ലേ, പകരം മെഷീനാണ് കൊണ്ടുപോകുന്നത് 56 നമ്പർ ബൂത്തിലേക്ക്. പുതിയ വോട്ടിംഗ് കേന്ദ്രം കൊണ്ടുവന്ന് ആൾക്കാരെ ബുദ്ധിമുട്ട് മാറ്റാനായിട്ടാണ്. കാരണം 1 മണിക്കൂറായിട്ട് വോട്ടിംഗ് മെഷീൻ തകരാറിലായിരുന്നു. അത് പരിഹരിക്കാനായിട്ട് ഇപ്പോൾ ഇതാ പുതിയ വോട്ടിംഗ് മെഷീൻ വളരെ വേഗം കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ബിജു, എന്തായാലും ഇപ്പോൾ ഈ തകരാറ് നേരിട്ടു. അപ്പോൾ കാലതാമസം വരുമോ? കാരണം ഒരുപാട് പേര് ക്യൂ നിൽക്കുന്നുണ്ട്. നേരത്തെ വന്നവരൊക്കെ തന്നെ ഒരുമിച്ച് ഈ ആളൊഴിഞ്ഞ ഒരു സമയത്ത് എല്ലാവർക്കും കൂടി വരാമല്ലോ എന്ന് കരുതി ഇരുന്ന ആളുകളൊക്കെ എല്ലാവരും ഒരുമിച്ച് വന്നതോടുകൂടി തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. ഇനി വോട്ടിംഗ് മെഷീൻ തകരാറിലാകുന്ന ഒരു സമയമായതുകൊണ്ട് എങ്ങനെയാണ് ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയോ, പൂർത്തിയായോ? ഇപ്പോൾ പുതിയ വോട്ടിംഗ് മെഷീനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് സെറ്റ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒബ്സർവർമാരുണ്ട്, അതുപോലെ തിരഞ്ഞെടുപ്പ് ഓഫീസർസുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ഇപ്പോൾ വരുന്നുണ്ട്. എത്ര സമയം എടുക്കുമായിരിക്കും? അല്ല, ഇതിപ്പോൾ പകരം VVPAT സ്റ്റാൻഡ് ബൈ വന്നിട്ടുണ്ട്. പക്ഷെ അത് അവർ ചെക്ക് ചെയ്തിട്ട് ടെക്നീഷ്യന്മാരാണ് വന്നിരിക്കുന്നത്. അത് പരിശോധിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അത് പരിശോധിച്ച് എന്തായാലും ഇത്രയും 3.5-4 മണിക്കൂറായി ആളുകൾ ക്യൂവിൽ നിൽക്കുന്നു. പോളിംഗ് ഭയങ്കര സ്ലോ ആയിരുന്നു. ഇത് പോളിംഗ് വേണ്ടത്ര രീതിയിൽ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളെ അറിയിച്ച് പകരം കൂടുതൽ പോളിംഗ് ഓഫീസർമാരെ നിയോഗിക്കേണ്ട ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷനായിരുന്നു. ഗുരുതരമായിട്ടുള്ള വീഴ്ചയെ സംഭവിച്ചിട്ടുള്ളൂ, ഗുരുതരമായിട്ടുള്ള വീഴ്ച. കാരണം 3-3.5 മണിക്കൂറൊക്കെ ക്യൂവിൽ ആളുകൾ നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ 1400ഓളം ആളുകൾ പോൾ ചെയ്യേണ്ട ബൂത്താണ്. 50 എന്തുകൊണ്ടാണെന്ന് അറിയില്ല. കാരണം ഞങ്ങളുടെ ശക്തി കേന്ദ്രമാണ്. ഇവിടെ നല്ല പോളിംഗ്, കനത്ത പോളിംഗ് നടക്കേണ്ട സ്ഥലമാണ്. ആളുകൾ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമാനമായിട്ടുള്ള രീതിയിലാണ് പോളിംഗ് ബോധപൂർവം പോളിംഗ് ഡിലേ ആക്കുക, ആളുകളെ വോട്ട് ചെയ്യാതെ മടക്കുക എന്നുള്ളത്. ഇത്തവണ അത് ആവർത്തിക്കണം. 10 മണി മുതൽ ഇവിടെയുള്ള പോളിംഗ് ഏജൻറ്റും മറ്റുമൊക്കെ ആവശ്യപ്പെടുന്നതാണ് കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കണം എന്നുള്ളത്. പക്ഷേ യാതൊരു നടപടി ഉണ്ടായില്ല. 3 മണിയോട് കൂടിയിട്ടാണ് അഡീഷണൽ ഒരു ഉദ്യോഗസ്ഥരെ നൽകിയത്. അത് കഴിഞ്ഞതും മെഷീൻ ഡൗൺ ആയി. ഇല്ല, യന്ത്ര തകരാറ് അത് ചെയ്തിട്ടില്ല. പകരം ഒരു മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് അവർ കറക്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. അതിൻ്റെ പ്രവർത്തനമൊക്കെ ഇനി ആരംഭിക്കുന്നേ ഉള്ളൂ. കാരണം ഏകദേശം 1 മണിക്കൂറോളം പോളിംഗ് നിലയ്ക്കുന്ന സ്ഥിതിയാണ്. ഈ പാലക്കാട് ഇപ്പം വോട്ടിംഗ് ശതമാനം ഏറ്റവും കൂടുതൽ പാലക്കാടാണ്. അതെങ്ങനെ കാണുന്നു? പാലക്കാട് നഗരത്തിൽ കാരണം ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് പോളിംഗ് നടക്കുന്നത്. അവിടെ ഇനിയും പോളിംഗ് പെർസെൻറ്റേജ് കൂടും. കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് പോളിംഗ് കുറയും. ഇത് ബോധപൂർവമാണോ എന്ന് ഞങ്ങൾക്ക് സംശയിക്കേണ്ടി വരിക. കാരണം കാലത്ത് മുതൽ പോളിംഗ് കുറയുക. 4 ബൂത്തുകളിൽ, നഗരത്തിലെ 4 ബൂത്തുകളിൽ ഞാൻ ഇടപെടൽ നടത്തിയാണ്. ഞാൻ നേരിട്ട് ബോധ്യപ്പെട്ട് ഇടപെടൽ നടത്തിയാണ്. 1 മണിക്കൂറിൽ 50 ആളുകളൊക്കെയാണ് വോട്ട് ചെയ്യിപ്പിക്കുന്നത്. 80-90 പേര് വോട്ട് ചെയ്യേണ്ട അവിടെ 50 ആളുകൾ മാത്രമാണ് വോട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. റിട്ടേണിംഗ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പുതിയതായിട്ട് അഡീഷണലായിട്ട് ഉദ്യോഗസ്ഥന്മാരെ കൊടുത്തത്. എല്ലാ ബൂത്തുകളിലും സമാനമായിട്ടുള്ള സ്ഥിതിയാണ്. ഇവിടെയും ഇതേ പരാതിയായിരുന്നു. പോളിംഗ് വളരെ സ്ലോ ആണെന്നുള്ളത്. ഇതുവരെയുള്ളൊരു പോളിംഗ് എങ്ങനെ കാണുന്നു? ഞങ്ങൾക്ക് പോളിങ്ങിനെ സംബന്ധിച്ച് ആശങ്കയൊന്നുമില്ല. നിങ്ങൾ കണ്ടില്ലേ, ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലുള്ള ക്യൂ കണ്ടില്ലേ? ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷ തന്നെയാണ്. ഞങ്ങൾ വളരെ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. ഞങ്ങൾക്ക് യാതൊരു വിധത്തിൽ ആശങ്കയില്ല.